ഇപ്പോൾ നട തുറക്കാൻ പോവുകയാണ്. ഭക്തജനങ്ങൾ ഫ്ലൈ ഓവറിൽ നിന്നും സോപാനത്തിന് സമീപത്തേക്ക് നീങ്ങുന്നു. നട തുറന്നിരിക്കുന്നു. ശരണം വിളി മുഴങ്ങുകയാണ്. 3 മണിക്ക്, കൃത്യം 3 മണിക്ക് തന്നെ നട തുറന്നിരിക്കുന്നു. ശരണം വിളി മുഴങ്ങുന്നു. എനിക്ക് പിന്നിൽ ശരണം വിളി കേൾക്കാം. ശരണം വിളി ഉയരുന്നത് കേൾക്കാം. നട തുറന്നപ്പോഴുള്ള ശരണമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം മാറിയിരിക്കുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തത വരുത്തുന്ന വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രേയ. ശബരിമല നട തുറന്നിരിക്കുകയാണ്. കൃത്യം 3 മണിയോട് കൂടി തന്നെ നട തുറന്നിരിക്കുന്നു. ഇപ്പോൾ സമയം 2:58 ആയിരിക്കുകയാണ്. 3 മണിക്ക് നട തുറക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിന് മുന്നോടിയായി തന്നെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും നട തുറക്കുന്നത് എന്ന് അറിയിച്ചതുപോലെ തന്നെ കൃത്യസമയം പാലിച്ചിരിക്കുന്നു. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്ന് ഭക്തജനങ്ങൾ സന്നിധാനത്ത് ദർശനത്തിനായി നീങ്ങി തുടങ്ങുകയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മിഥുൻ മുരളി അവിടെ നിന്ന് തുടരുകയാണ്. മിഥുൻ, ഇപ്പോൾ അവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. കാരണം ഇത്രയും സമയമെന്ന് പറയുന്നത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തിവരികയായിരുന്നു SIT. എന്തായാലും നട തുറക്കുന്നതിന് മുൻപ് തന്നെ പരിശോധനകൾ അവസാനിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചതുപോലെ തന്നെ ഇപ്പോൾ 2:58 നട തുറന്നിരിക്കുകയാണ്. ദേവിക, കൃത്യം 3 മണിക്ക് തന്നെ നട തുറന്നിരിക്കുന്നു. SIT സംഘം സാമ്പിൾ ശേഖരണം പൂർത്തിയായിരിക്കുന്നു. 4 ചുവരുകളിൽ നിന്ന്, ശ്രീകോവിലിൻ്റെ 4 ചുവരുകളിൽ നിന്ന് സ്വർണം സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നു. കട്ടിളപ്പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ട് സാമ്പിൾ ശേഖരണം നടത്തിയിരിക്കുന്നു. ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം സാമ്പിൾ ശേഖരണത്തിന് വേണ്ടി എടുത്തു മാറ്റിയിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. സാമ്പിൾ ശേഖരണം പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രധാനമായും 3 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ സാമ്പിൾ ശേഖരണം നടത്തിയത്, ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തിയത്. ഒന്നാമതായിട്ട് ഈ 1998 വിജയ് മല്യ സമർപ്പിച്ച സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങൾ, അതിനുവേണ്ടി ശ്രീകോവിലിൻ്റെ 4 ചുവരുകളിൽ നിന്നുള്ള ഈ ഭാഗങ്ങൾ, സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി എടുത്തു, സാമ്പിൾ പരിശോധന നടത്തി. രണ്ടാമതായിട്ട് കട്ടിളപ്പാളിയിൽ നിന്നുള്ള സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി കട്ടിളപ്പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. മൂന്നാമതായിട്ടുള്ളത് പ്രധാനമായി ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവർ ശേഖരിച്ചിരിക്കുന്നത്, പ്രത്യേക സംഘം സാമ്പിൾ ശേഖരിച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം ഇളക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുകയായിരുന്നു. അങ്ങനെ 3 ഘട്ടങ്ങൾ, 3 പ്രധാനപ്പെട്ട സാമ്പിൾ ശേഖരണം പൂർത്തിയാക്കിയിരിക്കുന്നു. കൃത്യം 3 മണിക്ക് തന്നെ നട തുറന്നു. ഈ പരിശോധന പൂർത്തിയാക്കി. 1 മണിക്ക് ഈ പരിശോധന തുടങ്ങിയതാണ്. 2 മണിക്കൂർ കൊണ്ട്, കൃത്യം 2 മണിക്കൂർ കൊണ്ട്, തന്ത്രിയുടെ അനുജ്ഞ ലഭിച്ച 2 മണിക്കൂർ കൊണ്ട് ഈ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഫലം വരേണ്ടതുണ്ട്, ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൃത്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇനി അന്വേഷണത്തിന് പ്രധാനമായി മുന്നോട്ട് പോകുമ്പോൾ നിർണായകമായി മാറുക. ശബരിമല സ്വർണ്ണ കവർച്ചയെ സംബന്ധിച്ചിടത്തോളം 1998 ശബരിമല ശ്രീകോവിലും മേൽക്കൂരയും കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പവും അടക്കമുള്ള ഭാഗങ്ങൾ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതാണ്. 24 ക്യാരറ്റ് സ്വർണ്ണമാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. അതിൽ നിന്നുമാണ് കട്ടിളപ്പാളി 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നത്, പലയിടത്ത് പ്രദർശന വസ്തുവാക്കി വെക്കുന്നത്, തിരികെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. അതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട്, സ്വർണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ, അതിൻ്റെ വിലയിരുത്തലുകൾ, അതിനുവേണ്ടി കട്ടിളപ്പാളിയിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് 2025 വിവാദമായ ഈ ദ്വാരപാലക ശില്പം കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ദ്വാരപാലക ശില്പം ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയതോടുകൂടിയാണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ച പുറത്തു വരുന്നത്. ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള സ്വർണത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് തിരികെ കൊണ്ടുവന്നപ്പോൾ എത്രമാത്രം സ്വർണ്ണ അപഹരണം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ദ്വാരപാലക ശില്പത്തിലും പരിശോധന നടത്തിയിരിക്കുന്നു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ ശേഖരണം നടത്തിയിരിക്കുന്നു. അങ്ങനെ ഇതുവരെ ഈ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്ന സ്വർണത്തിൽ, ശബരിമലയിൽ നിന്നും പുറത്തേക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യം 2 മണിക്കൂർ നീണ്ടു നിന്ന പരിശോധനകൾക്ക് ശേഷം ഇപ്പോൾ ശബരിമല നട തുറന്നിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിശോധനകൾക്കൊടുവിൽ ശബരിമല സന്നിധാനത്ത് നട തുറക്കും. 3 മണിക്ക് കൃത്യം നട തുറക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിന് മുന്നോടിയായി തന്നെ പരിശോധനകൾ അവസാനിപ്പിക്കുമെന്നും അറിയിച്ചതുപോലെ 2:58 ആയപ്പോൾ ശബരിമല നട തുറന്നിരിക്കുന്നു.